അത് ഗ്രാറ്റിറ്റ്യൂഡ്, മറ്റൊരാളോട് നമുക്ക് തോന്നുന്ന ഒരു നന്ദിയാണത്. അല്ലെ? അത് പലപ്പോഴും നമ്മൾ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാറാണ് പലപ്പോഴും. അയാൾക്ക് പൈസ കൊടുത്തോണ്ട് അയാൾ ചെയ്തു തന്നു, അല്ലെങ്കിൽ അയാൾ അതിൽ പോയപ്പം കണ്ടപ്പോൾ നമുക്ക് ചെയ്തു തന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. പലപ്പോഴും നമുക്ക് നമ്മളോട് തോന്നുന്ന അവഗണന, നമ്മൾ അത്ര തീരെ പോരാ, നമുക്ക് ആരും ഇല്ല, വല്ലാതെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടാനും നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടാനും ഒക്കെ അത് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കട്ട് റോഡിൽ നിന്ന് നിങ്ങളൊരു ട്രാഫിക്കിലേക്ക്, വലിയൊരു ട്രാഫിക് ബ്ലോക്കിലേക്ക് നിങ്ങൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ബ്ലോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുമോ ഇപ്പോഴൊന്നും ഇതിലേക്ക് കയറാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ ആക്സിഡൻ്റലി ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങളൊന്നും പരിചയമില്ലാത്ത ഒരാൾ കടന്നു വരികയും അയാൾ അവരുടെ അടുത്ത് സ്റ്റോപ്പ് പറഞ്ഞ് നിങ്ങളോട് കയറി പോകാൻ വേണ്ടി നിങ്ങൾക്കൊരു ഒരു സ്പേസ് ഉണ്ടാക്കി തരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊന്നും അതിനെ അത്ര കൺസിഡർ ചെയ്യാറൊന്നുമില്ല. അയാൾ അതിലെ പോയി നമ്മളെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് ആ ഒരു സമയത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരാൾ വന്ന് എനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി തരുന്നു, അല്ലെ? അങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആവും, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂടും, സെൽഫ് ലവ് കൂടും. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ അങ്ങ് സോൾവ് ആവും. അപ്പോൾ ഡെയിലി ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം.